രജനി, നമ്മളിനി അയോധ്യയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയുടെ വാർഷികാഘോഷത്തിനൊരുങ്ങി രാമജന്മഭൂമി. പ്രതിഷ്ഠ ദ്വാദശി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. പ്രാണപ്രതിഷ്ഠ നടത്തിയതിൻ്റെ ഒന്നാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് അയോധ്യയിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് ക്ഷേത്രം ട്രസ്റ്റ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. 3 ദിവസം ശ്രീരാമ രാഗ് സേവ നടക്കും. ശ്രീകോവിലിന് സമീപമുള്ള മണ്ഡപത്തിൽ വിവിധ കലാരൂപങ്ങൾ അരങ്ങേറും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, അയോധ്യയിൽ രാംലല്ലയുടെ പ്രതിഷ്ഠയ്ക്ക് 1-ാം വർഷം, അതിൻ്റെ ആ 1-ാം വാർഷികാഘോഷം വിപുലമായി ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. വിവരങ്ങൾ. നിഖിലേ, രജനി, നമസ്തേ, ഗുഡ് മോർണിംഗ്. അയോധ്യ വീണ്ടും ഒരു ഉത്സവ ലഹരിയിലേക്ക് എത്തുകയാണ്. കാരണം രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ട് 1 വർഷം ആകാനാകുന്ന പ്രാണപ്രതിഷ്ഠയുടെ 1-ാം വാർഷിക ആഘോഷം, അല്ലെങ്കിൽ പൂജകളും പ്രത്യേക പൂജകളും അതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക കലാപരിപാടികളും എല്ലാമായി തന്നെ അയോധ്യ ക്ഷേത്ര നഗരി ഒരു വലിയ ഉത്സവത്തിന്റെ പ്രതീതിയിൽ തന്നെയാണുള്ളത്. അത്തരത്തിൽ പ്രാണപ്രതിഷ്ഠയുടെ ദ്വാദശി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. നിലവിൽ ക്ഷേത്രം ട്രസ്റ്റ് അറിയിച്ചിട്ടുള്ളത് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് അയോധ്യയിൽ ക്ഷേത്ര നഗരിയിൽ എത്തും, രാംലല്ലയെ ദർശനം നടത്തും എന്നുള്ള വിവരം ക്ഷേത്രം ട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. പ്രാണപ്രതിഷ്ഠയുടെ വാർഷികത്തോടനുബന്ധിച്ച് രാമക്ഷേത്രത്തിൽ, രാമജന്മഭൂമിയിലെ പുതുതായി നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ അവിടെ പ്രത്യേക പൂജകൾ നടക്കും, പ്രത്യേക അഭിഷേകങ്ങൾ നടക്കും. ഒപ്പം ശ്രീകോവിലിനോട് ചേർന്നിട്ടുള്ള മണ്ഡപത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക പരിപാടികൾ, കലാപരിപാടികൾ ഇവ അരങ്ങേറും എന്നുള്ളതാണ് ഇപ്പോൾ ക്ഷേത്രം ട്രസ്റ്റ് അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ പ്രത്യേക പൂജകളും അഭിഷേകങ്ങളും സാംസ്കാരിക പരിപാടികളും കലാപരിപാടികളുമായിട്ടാണ് രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയുടെ വാർഷികാഘോഷം അയോധ്യ ക്ഷേത്ര നഗരി ആഘോഷമാക്കുന്നത്. കഴിഞ്ഞ വർഷം ജനുവരി 22-നാണ് അയോധ്യയിൽ രാമജന്മഭൂമിയിൽ പുതുതായി നിർമ്മിച്ചിട്ടുള്ള രാമക്ഷേത്രത്തിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നടത്തിയത്. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ടായിരുന്നു രാംലല്ലയെ സ്വന്തം ജന്മഗൃഹത്തിൽ കുടിയിരുത്തുന്ന ചടങ്ങുകൾ നടന്നത്. അത് രാജ്യം മുഴുവൻ, അല്ലെങ്കിൽ ഭാരതീയർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം അന്നൊരു ആഘോഷ പ്രതീതി ഉണ്ടായിരുന്നു. ജനൻ ടിവിയും വലിയ രീതിയിൽ ദിവസങ്ങൾ നീണ്ടുനിന്ന കവറേജ് രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അതിന് പിറകിലുള്ള ചരിത്രം നമുക്കറിയാവുന്നതാണ്. 5000 വർഷങ്ങൾക്ക് മുൻപ് ബാബറുടെ കാലത്ത് രാമജന്മഭൂമിയിലെ ക്ഷേത്രം തകർത്തതും പിന്നീട് ഓരോ കാലഘട്ടങ്ങളിൽ അതിനുവേണ്ടി ഹൈന്ദവ ജനത നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, ഏറ്റവും ഒടുവിൽ സമീപകാലങ്ങളിൽ 1980കളുടെ അവസാനത്തിലും 90കളുടെ തുടക്കത്തിലുമെല്ലാം തന്നെ ഹിന്ദു സമൂഹവും ഒപ്പം BJPയും RSSും ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ അതൊരു അജണ്ടയായി തന്നെ എടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള കരുത്തുറ്റ പോരാട്ടങ്ങൾ, തർക്കമന്ദിരത്തിന്റെ തകർച്ച, പിന്നീട് അതിലേറ്റവും സുപ്രധാനമായത് 2019 രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെ വിധിയായിരുന്നു. 2019 നവംബർ 9-നാണ് കാലങ്ങളോളം നീണ്ടുനിന്ന അയോധ്യ തർക്കത്തിന്, അയോധ്യ രാമജന്മഭൂമിയിൽ ഹൈന്ദവർക്ക് ക്ഷേത്രം പണിയാൻ അവസരം നൽകണം, അതിന് അനുമതി നൽകണമെന്ന ആവശ്യത്തിന് സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചത്. രാമജന്മഭൂമി പൂർണ്ണമായും ക്ഷേത്രത്തിന് വിട്ടു നൽകുകയും മസ്ജിദ് നിർമ്മിക്കുന്നതിന് 5 ഏക്കർ സ്ഥലം മറ്റൊരു സ്ഥലത്ത് വിട്ടു നൽകാനുള്ള ഉത്തരവ്, സുപ്രധാനമായ ഉത്തരവ് 2019 നവംബർ 9-നായിരുന്നു സുപ്രീം കോടതി വിധിച്ചത്. അതിന് ഏറ്റവും നിർണായകമായത് രാമജന്മഭൂമിയിൽ പുരാവസ്തു വകുപ്പ് ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പഠനങ്ങളാണ്. ക്ഷേത്ര നിർമ്മിതിക്ക് മുകളിലാണ് ഈ മസ്ജിദ് നിൽക്കുന്നത് എന്ന കണ്ടെത്തൽ പുരാവസ്തു വകുപ്പ് നടത്തിയിരുന്നു. ആ റിപ്പോർട്ടാണ് സുപ്രീം കോടതി വിധിയിലേക്ക് ഏറെ നിർണായകമായത്. ഏതായാലും വിധിക്ക് ശേഷം തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിക്കുകയും ക്ഷേത്ര നിർമ്മാണത്തിനുള്ള പരിപാടികൾ ആരംഭിക്കുകയും 2020 ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഭൂമി പൂജ നടത്തി. 2024 ജനുവരി 22-നായിരുന്നു ഹൈന്ദവ സമൂഹം കാലങ്ങളായി കാത്തുനിന്ന അഭിമാനത്തിന്റെ മുഹൂർത്തം, അഭിമാന മന്ദിരം വീണ്ടും രാമജന്മഭൂമിയിൽ ഉയർന്നത്. അതിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയത് കർണാടകയിൽ നിന്നുള്ള ശില്പി കൊത്തിയെടുത്തിട്ടുള്ള രാംലല്ലയുടെ, അതായത് ശ്രീരാമ ഭഗവാന്റെ ബാലക രൂപത്തിലുള്ള പ്രതിമ വിഗ്രഹം ഈ പുതിയ രാമജന്മഭൂമിയിൽ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ടായിരുന്നു ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടന്നത്. അതിന്റെ 1-ാം വാർഷികം എത്തുന്നു. അയോധ്യ ക്ഷേത്ര നഗരി, സരയൂ നദിക്കര വീണ്ടും ഒരു ഉത്സവത്തിന്റെ ലഹരിയിലാണ്. രാമജന്മഭൂമിയിൽ ശ്രീരാമ ഭഗവാൻ സ്വന്തം ജന്മഗൃഹത്തിലേക്ക് തിരിച്ചെത്തിയതിന്റെ, സ്വന്തം ജന്മഗൃഹത്തിൽ കുടിയിരുത്തിയതിന്റെ 1-ാം വാർഷികാഘോഷത്തിലാണ്. അതിന്റെ തുടക്കമാണ് ഇന്ന്. അതിന് പങ്കെടുക്കുന്നതിന്, തുടക്കം കുറിക്കുന്നതിന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് അയോധ്യയിൽ എത്തും എന്നാണ് ക്ഷേത്ര
ക്ഷേത്രം ട്രസ്റ്റ് അറിയിച്ചിട്ടുള്ളത്. രജനി, കാലങ്ങളായുള്ള ഹൈന്ദവരുടെ ആഗ്രഹ സബലീകരണമാണ് 2024 കഴിഞ്ഞ വർഷം ജനുവരി 22-ന് ഉണ്ടായത്. രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടത്തിയത്. നമ്മൾ ജനം ടി വി അതിനു മുൻപ് തന്നെ ഒരു മാസത്തോളമാണ്, മാസമല്ല, അവിടെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ മുതൽ നമ്മുടെ ഗൗതം അനന്തനാരായണൻ പലവട്ടം അവിടെ പോയിരുന്നു. ഒപ്പം പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികൾ, ഒപ്പം തന്നെ ലൈവ് റിപ്പോർട്ടുകൾ അടക്കം നമ്മൾ നൽകിയിരുന്നു. അപ്പോൾ ഒപ്പം ജിഷ്ണുവും ഉണ്ടായിരുന്നു പല പല റിപ്പോർട്ടുകൾ നൽകാനായിട്ട്. വ്യത്യസ്തമായ റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് നൽകിക്കൊണ്ടിരുന്നത്. മറ്റാരും തന്നെ കൊടുക്കാത്ത വാർത്തകളടക്കം നമ്മൾ അയോധ്യയിൽ നിന്ന് നൽകുകയുണ്ടായി. എന്തായാലും അതിൻ്റെ വാർഷിക ആഘോഷങ്ങൾ നടക്കാൻ പോവുകയാണ്. ഇന്നതിന് തുടക്കം കുറിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അതിൽ പങ്കെടുക്കും. മറ്റ് വിശിഷ്ട അതിഥികളും ഉണ്ടാവും. തത്സമയ വിവരങ്ങളും ജനം ടി വിയിലൂടെ കാണാൻ കഴിയും. ഇന്ന് ജിഷ്ണു കൃഷ്ണനാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ പങ്കുവച്ചത്.